സ്വയാശ്രയ പ്രശ്നം ഉണ്ടായ കാലം മുതൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു സഭയെ. നമ്മളെന്ന് പറയും സഭയെ വളഞ്ഞ് ആവശ്യമുള്ളതും എല്ലാത്തിനും സഭയെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുമായിരുന്നു. അത് പിന്നീട് എല്ലാ വിഷയങ്ങൾക്കും ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പ് സഭയെ ഇങ്ങനെ വളരെ ഒരു ഇരയായിട്ട് കണ്ടുകൊണ്ട് ഒരു കഴുതപ്പുലിയെപ്പോലെ ആക്രമിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ സാംസ്കാരികമായിട്ട് ആക്രമിക്കും, അതുപോലെ തന്നെ നമ്മളുടെ സാമൂഹ്യമായിട്ട് നമ്മൾ ആക്രമിക്കും, ആത്മീയമായിട്ട് പോലും ആക്രമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ നമ്മളൊക്കെ എപ്പോഴും ഓർക്കും, ദൈവമേ ഒരു ചാനൽ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. അത് ഞാൻ മാത്രമല്ല, ഒരു ആയിരക്കണക്കിന് മനുഷ്യർ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ചാനൽ, അതായത് ഒരു ന്യൂസ് ചാനൽ. ഇപ്പോൾ ഷാലോ നമുക്കുണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വലിയ കാര്യങ്ങളാണ് ദൈവം അതിലൂടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ന്യൂസ് ചാനൽ വേണമെന്ന്. കാര്യം അപ്പോഴപ്പോൾ ഉരുളക്കുപ്പേരി പോലെ അപ്പോഴപ്പോൾ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തെറ്റും തിന്മയും പ്രചരിപ്പിക്കുന്നവർ അതാണ് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കത്തില്ലേ. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സത്യത്തിൻ്റെ വിദ്യാഭ്യാസം, ഇത് എഡ്യൂക്കേഷൻ ഓഫ് ദി ട്രൂത്ത്, അതാണ് സെക്യുന ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് ഇപ്പോൾ ഒരു വ്യക്തികളല്ല, 10,000 മനുഷ്യരുടെ ആത്മസങ്കടങ്ങളുടെ പ്രാർത്ഥനയായിട്ടാണ് വാസ്തു സെക്യുന രംഗത്ത് വരണം. ദൈവം കൊണ്ടുവന്നാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ഞാൻ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ എന്നെ ക്ഷണിക്കപ്പെട്ട ആളാണ്, ഞാനവിടെ ഉണ്ടായിരുന്ന ആളാണ്, ഞാൻ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, ഞാൻ ഓർത്തത് സെക്യുന ന്യൂസ് ചാനലായിരിക്കുമോ, ഒരു ന്യൂസ് ചാനലാണല്ലോ നമ്മൾ പ്രാർത്ഥിച്ചതെന്ന് ഓർത്തപ്പോൾ പിന്നീട് സെക്യുന ഫുൾ ടൈം ന്യൂസ് ചാനലായി. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് സഭയെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ സഭയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ ഒന്ന് പേടിക്കും. എന്താണെന്നറിയാമോ, ഒരു കല്ലെറിഞ്ഞാൽ തീർച്ചയായിട്ടും മോന്തയ്ക്ക് വരെ കല്ല് വരുമെന്ന് ഉറപ്പായിട്ട് കിട്ടും അവർക്ക്. അത് കാരണം പണ്ടത്തെ പോലെ എവിടെയും വെച്ച് ആക്രമിക്കാമെന്നുള്ള അങ്ങനെയുള്ള ഒരു ഈസി ആക്രമണങ്ങളൊന്നുമില്ലല്ലോ. ഇനി അതിനെല്ലാം കൃത്യമായിട്ട് മാറും. സെക്യുന കറക്റ്റായിട്ട് സെക്യുന പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ ഒരു സഭയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ബുദ്ധിയുള്ള ബോധമുള്ള ക്രിയേറ്റീവ് പവറുള്ള പ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തെ സെക്യുന വളർത്തിയെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഇക്കാലങ്ങളിൽ. ഇതൊരു മസ്റ്റാണ്, പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്യണം സഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ചില സമയത്തേക്ക് തോന്നുവേ, ഇത് ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകുകയാണെന്ന് വെച്ചാൽ അത്ര പ്രാർത്ഥന മാത്രം പോലെ ഫൈനാൻസ് സപ്പോർട്ട് കൂടി പൊതുസഭ സെക്യുന പോലുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലേക്ക് വരേണ്ടതാണ്. കാര്യം സെക്യുനയുടെ വില അതില്ലാത്ത മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ.